മാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നയനെ കൊല്ലാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ അബിയും ജലജയാണെങ്കിൽ ഒരു വിഷമുള്ള പാമ്പിനെയൊക്കെ കൊണ്ട് പൂജാ റൂമിൽ വെക്കുന്നുണ്ടായിരുന്നല്ലോ. കാര്യം നമ്മൾ നയനയാണല്ലോ രാവിലെ പൂജാ റൂമിൽ വന്നിട്ട് പൂജയൊക്കെ ചെയ്യുന്നത്. ആ സമയത്താണെങ്കിൽ നയന പിന്നെ പൂക്കൂട തുറക്കുമ്പോഴത്തേക്ക് നയനെ കൊത്താൻ വേണ്ടിയാണ് നമ്മൾ അബിയും ജലജയും കൂടെ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവർ പൂജ ചെയ്യാനൊക്കെ വന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ ആ കൂടയ്ക്കകത്താണെങ്കിൽ ആ പാമ്പിനെ കാണത്തില്ല. അങ്ങനെ നമ്മൾ ആ പാമ്പിനെയൊന്നും കാണുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ സമയത്താണെങ്കിൽ നമ്മൾ ജലജയും ആണെങ്കിൽ റൂമിലോട്ട് ചെല്ലുന്ന സമയത്താണെങ്കിൽ ജലജയുടെ റൂമിലാണ് കേട്ടോ ഈ പാമ്പ് എഴഞ്ഞ് നടക്കുന്ന കാണുന്നത് കേട്ടോ. അങ്ങനെ ജലജയാണെങ്കിൽ പെട്ടെന്ന് നടന്ന് പാമ്പേ പാമ്പേ എന്ന് പറഞ്ഞൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അബിയൊക്കെ അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. അപ്പം അബി അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് അറിയാൻ വയ്യല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അബി പറയുന്നുണ്ട് അമ്മയല്ലേ പറഞ്ഞത് ഇത് മേളിലോട്ടൊന്നും കയറി വരത്തില്ല എന്നൊക്കെ, പിന്നെ ഇതിപ്പോൾ എങ്ങനെ കയറി വന്നെന്നൊക്കെ നമ്മൾ അബിയാണെങ്കിൽ ജലജയെടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ജലജ പറയുന്നുണ്ട് എന്തായാലും ഇത് വശീകരിച്ച് കൊണ്ടുവന്ന പാമ്പല്ലേ, അപ്പം അതിൻ്റെ ഇതെല്ലാം അയാൾ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കുമല്ലോ, നീ ഒരു കാര്യം ചെയ്യുക അതിനെ വശീകരിച്ചിട്ട് ആ കൂടലോട്ട് കയറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് ആരെങ്കിലും കൊത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമുള്ള പാമ്പല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ജലജ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ജലജയുടെ വിളി കേട്ടിട്ടാണെങ്കിലും അവിടെ നിന്ന് എല്ലാവരും ഓടി വരുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ നയനയും എല്ലാവരും ദേവ്യാനിയൊക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്താണെങ്കിൽ റൂമിൽ ഇങ്ങനെ പാമ്പിനെ കണ്ടിട്ടാണെങ്കിൽ നമ്മളെ ജലജയാണെങ്കിൽ ചാടിയാണെങ്കിൽ കട്ടലിൻ്റെ മേളിലോട്ടൊക്കെ കയറുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മുത്തശ്ശനൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ ഇവിടെ വന്നെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നയനയാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ പാമ്പിൻ്റെ അടുത്തോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നയനെ പോവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശ് പറയുന്നുണ്ടെങ്കിൽ നയന പിന്നെ അതൊന്നും കേൾക്കാതെ അതിൻ്റെ അടുത്തോട്ട് പോവുക. അങ്ങനെ നയനയാണെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് പോകുന്ന സമയത്താണെങ്കിലും എല്ലാവരും ഭയങ്കര ടെൻഷനിലൂടെ പറയുന്നുണ്ട് നയനെ അടുത്തോട്ടോ അങ്ങോട്ട് പോവല്ലേ പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നയന പിന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെ നയനയാണെങ്കിൽ പിന്നെ ധൈര്യശാലിയാണല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് നയന അങ്ങോട്ട് പോവുക. അപ്പോഴത്തേക്ക് നമ്മൾ നയന പറയുന്നുണ്ട് എന്തായാലും ഇത് നമ്മളെ പറമ്പിൽ നിന്നൊന്നും വരുന്ന പാമ്പൊന്നും അല്ല, ഇത് അല്ല ആരും ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണെന്ന് തോന്നുന്ന കാര്യം വെച്ചാൽ പൂജാ റൂമിൽ ഇതിൻ്റെ ഒക്കെ ഒരു കൂടെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നയൻ എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും പിന്നെ അന്വേഷിക്കാം, എന്തായാലും ഇതിനെ ആദ്യം പിടിക്കട്ടെ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും എല്ലാവരും പറയുന്നുണ്ട് അതിൻ്റെ അടുത്തോട്ട് പോവല്ലേ എന്ന് പറയുന്ന സമയത്താണെങ്കിലും നയന പറയുന്നുണ്ട് ഇതിനെ പിടിക്കുന്ന ഒരു നാക്കുണ്ട്, അതിൽ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയന എങ്ങനെയൊക്കെ വശീകരിച്ചിട്ടാണെങ്കിൽ പാമ്പിനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശമാണെങ്കിൽ കിടന്ന് വെപ്രാളം പിടിക്കുന്നുണ്ട് നയനെ പെട്ടെന്ന് ആ പാത്രത്തിലോട്ട് വെക്കുന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കയ്യിൽ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷമുള്ളതാണ് പിന്നെ എന്താവോ തീരുമെന്നൊന്നും അറിയാൻ വയ്യെന്നും പറഞ്ഞിട്ടാണെങ്കിൽ കിടന്ന് ആദർശം കിടന്നാണെങ്കിൽ അങ്ങ് വെപ്രാളം പിടിക്കുന്നുണ്ട്. നയന പറയുന്നുണ്ട് ആദർശേട്ടാ പേടിക്കേണ്ടത് പിന്നെ ആരോ വശീകരിച്ചൊക്കെ ഇങ്ങനെ വളർത്തുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നയനാണെങ്കിൽ അതിനെ പിടിച്ചൊരു കൂടയ്ക്കകത്തൊക്കെ ആക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ പിന്നെ നയനാണെങ്കിൽ അതിനെ കൂടയ്ക്കകത്താക്കിയിട്ട് മാറ്റിയൊരു സ്ഥലത്തോട്ടൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിനെ ഈ പാമ്പ് കൊടുത്തക്കാരെയൊക്കെ വിളിച്ചിട്ട് അവർ വന്ന് അതിനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഇതിനെ ഇവിടെ ആരും കൊണ്ടുവയ്ക്കാതെ എന്തായാലും ഈ പാമ്പ് ഇവിടെ എന്തായാലും വരത്തില്ലല്ലോ, അതും കൂടയ്ക്കകത്ത് ഈ പാമ്പ് എന്തായാലും ഇവിടെ വരത്തില്ല. മുമ്പാണെങ്കിൽ അനാമികയെ സംശയിക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ സംശയിക്കേണ്ടത് അബിയെ മാത്രം, അവനായിരിക്കും ഇതിങ്ങനെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ അബിയെ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അബി പറയുന്നുണ്ട് ഇത് ഏത് വഴി പോയാലും ഇത് എൻ്റെ തലയിൽ തന്നെ ആണല്ലോ വരുന്നത്, ഇവിടെ വേറെ ആരും ഒന്നും ചെയ്യത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്ത് അനാമികയ്ക്കാണെങ്കിൽ ഇത് ചെയ്യാമല്ലോ, കാര്യം ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ വീട്ടുകാരുമായിട്ട് പ്രതികാരമുള്ളത് അനാമികയ്ക്കാണല്ലോ. അപ്പോൾ അവൾക്കും ഇവിടെയുള്ള സെക്യൂരിറ്റിയൊക്കെ അവൾക്കും പരിചയമുള്ളതല്ലേ, അപ്പോൾ അവൾക്കും ഇതിൻ്റെ അകത്ത് കൊണ്ടൊക്കെ വെക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അബി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിയാണെങ്കിൽ അബി ചെയ്ത് തെറ്റാണെങ്കിൽ നേരെ അനാമികയുടെ മണ്ടയിലോട്ട് ഇടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ അബി പറയുന്നുണ്ട് പിന്നെ നിങ്ങളിപ്പോൾ എന്നെ സംശയിക്കുന്നതിന് പകരം അവളെ സംശയിക്കാൻ നോക്കുക, അവൾക്ക് അറിയാമല്ലോ ഇവിടെ എങ്ങനെ ആരും കാണാതൊക്കെ വീടിനകത്ത് കയറണമെന്നൊക്കെയുള്ള കാര്യമൊക്കെ അവൾക്ക് അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ അത് പറഞ്ഞ സമയത്താണല്ലോ നമ്മൾ നയന പറയുന്നുണ്ട് നീ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന സമയത്താണല്ലോ നമ്മൾ അബിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കും. ഇനി നയന എന്തെങ്കിലും വിളിച്ച് പറയാമെന്നുള്ളൊരു പേടിയിൽ അബിയാണെങ്കിൽ ഒന്ന് തലയൊക്കെ താഴ്ത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നവ്യ പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അത് ഏത് വഴി പോയാലാണെങ്കിലും അത് അന്ന് അബിയുടെ തലയിലല്ലാതെ വേറെ ആരും ഇവിടെ ഒരു കുറ്റവും ചെയ്യാത്ത രീതിയിലെല്ലാം അബിയുടെ മണ്ടയിലാണ് വന്ന് വീഴുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നവ്യ അബിക്ക് സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ട്. പറയുന്നുണ്ട് ഏത് തെറ്റ് ചെയ്താലും അബിയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനെക്കാട്ടി വലിയ തെറ്റ് ചെയ്ത ആദർശേട്ടനുണ്ട്, ആദർശേട്ടനെ ചോദ്യം ചെയ്യാനൊന്നും ആർക്കും സമയമില്ലെന്ന് പറയുന്ന സമയത്താണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇപ്പം ഇവിടെ വേറെ ആരെയും കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല, ഇവിടെ ഇപ്പം പാമ്പിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യമല്ലാതെ വേറെ ഒന്നും ഇവിടെ സംസാരിക്കേണ്ടെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട് അല്ലെങ്കിലും ആദർശേട്ടനെ കുറിച്ച് പറയുമ്പോൾ മുത്തശ്ശനെ പിടിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഭർത്താവിനാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെണ്ട കണക്കിട്ട് കൊട്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ട്
നമ്മൾ നവ്യയാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യം പോകും കേട്ടോ. അതിൻ്റെ പിറക്കെയാണെങ്കിൽ ഓരോരുത്തർ പോകുന്നുണ്ട്. നമ്മൾ പിന്നെ അവിയാണെങ്കിലും ജലജയാണെങ്കിലും ഒക്കെ അവിടെ സമയത്താണെങ്കിലും നമ്മളെ മുത്തശ്ശനാണെങ്കിൽ നയനയെടുത്ത് പറയുന്നുണ്ട്, എന്തായാലും മോളെ ഇതിനെക്കുറിച്ച് എന്തായാലും ഒന്ന് അന്വേഷിക്കണം. കാര്യം വെച്ചാൽ ഈ വീട്ടിൽ ആരെയോ കൊല്ലാൻ വേണ്ടിയാണ് ഇവനകത്തിപ്പോൾ പാമ്പിനെയൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും നല്ലതുപോലെ അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നയനയെടുത്ത്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശ ഇത് നമുക്ക് നന്ദുവിൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിക്കാം. കാര്യം വെച്ചാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നന്ദു അല്ലേ, എല്ലാ കേസുകളും നോക്കുന്ന നന്ദു ആയതുകൊണ്ട് നമുക്ക് നന്ദുവിനെ തന്നെ ഇതിനെ ഏൽപ്പിക്കുക. അപ്പോൾ അവൾ അന്വേഷിച്ച് അവളെ കണ്ടുപിടിക്കട്ടെ. ആ സമയത്താണെങ്കിൽ നമുക്കാണെങ്കിൽ കണ്ടുപിടിച്ച ശേഷം എല്ലാവരെയും ഒന്ന് പൊളിച്ചെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നയനയാണെങ്കിൽ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.